അടിമത്വം തീർന്നു എന്ന് പറഞ്ഞ് വാഗ്ദത്തം കിട്ടിയില്ല. ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുന്ന രീതിയിൽ തിരക്കിട്ട് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി ചില സമയത്ത് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ എപ്പോഴും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ നമുക്ക് അവകാശമാക്കാൻ കഴിയണമെങ്കിൽ ചില സ്ട്രക്ചറിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 92 അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാം. നീതിമാൻ പന പോലെ തഴയ്ക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും. അടുത്ത ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയും, നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന്. പനയ്ക്ക് പ്രത്യേകതകളുണ്ട്. ഒരു പനയുടെ 4 പ്രത്യേകതകളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പനയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത എന്നത് അത് ചൂടുള്ള സ്ഥലത്ത് വളരുന്ന ഒന്നാണ്. ആമേൻ, ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം ഇറക്കുമതി ചെയ്യുന്നത് എവിടെ നിന്ന്? മരുഭൂമിയുടേതായിട്ടുള്ള പ്രദേശങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പനയിൽ നിന്നുണ്ടാകുന്ന ഈന്തപ്പഴം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പനയുടേതായിട്ടുള്ള നാച്ചുറൽ ഹാബിറ്റാറ്റ്, അതിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ചൂടുള്ള, വരണ്ടതും മരുഭൂമിയുടേതായിട്ടുള്ള അനുഭവങ്ങളാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മനുഷ്യനെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാ മരുഭൂപ്രയാണം എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഉള്ള ഒരു ഫേസാണ്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇസ്രായേൽ ജനത്തെ പറ്റിയാണ് നമുക്ക് ഈ മരുഭൂമി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത്, അല്ലേ? അവർ വാഗ്ദത്തത്തിലേക്ക് ചെല്ലുന്നതിന് മുൻപായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ഒരു മരുഭൂപ്രയാണം. യേശു കർത്താവ് 40 ദിവസം എവിടെയായിരുന്നു? മരുഭൂമിയിലായിരുന്നു. ഒരു വലിയൊരു ദൈവിക ദൗത്യത്തിലേക്ക് യേശു കർത്താവ് കാലെടുത്ത് വെക്കുന്നതിന് മുൻപായിട്ട് തന്നെയും ആത്മാവ് മരുഭൂമിയിലൂടെ 40 രാവും 40 പകലും നടത്തുവാനിടയായിരുന്നു. അതും ഉപവാസത്തോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. ഫ്രൂട്ടി ഇല്ലായിരുന്നു, ഡ്രിങ്ക്സ് ഇല്ലായിരുന്നു, കോഫി ഇല്ലായിരുന്നു, ടീ ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ആ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവും യേശുവും പിന്നീട് സർപ്പവും അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ മരുഭൂമി എന്നത് പലയിടത്തും വരാറുണ്ട്, അല്ലേ? നമുക്കൊരു പക്ഷേ നമ്മുടെ ഈ സാഹചര്യങ്ങൾ എപ്പോഴും മാറ്റാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ട സമയത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ മരുഭൂമി കടന്ന് വാഗ്ദത്തത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ചില വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ, ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ നമുക്ക് അവകാശമാക്കാൻ കഴിയണമെങ്കിൽ ചില സ്ട്രക്ചറിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളൂടെ നമ്മൾ യാത്ര ചെയ്തേ മതിയാകത്തുള്ളൂ. ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് അവനൊരു ഡെലിവറി ബോയ് ആയി. മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ സഹോദരങ്ങൾക്ക് അപ്പവും തേൻകട്ടയും തേനും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു സൊമാറ്റോയുടെ ഒരു ഡെലിവറി ബോയ് ആയി ആദ്യം തീർന്നപ്പോഴാണ് ദൈവം അവനെ രാജാവാക്കി തീർത്തത്. അവിടെ കൊണ്ടും തീരുന്നില്ല. ആമേൻ. അന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിയില്ലാത്ത ആൾക്കാരെ ഏൽപ്പിച്ചിരുന്ന ജോലിയായിരുന്നു ആടിനെ മേയ്ക്കുക. അത്തരത്തിൽ നിന്നാപാത്രമായും ആടുകളെ മേയിച്ചും തൻ്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന ഭാഗങ്ങൾ വിശ്വസ്തയോടുകൂടി അടിപതറാതെ നിന്നപ്പോഴാണ് ഒരു രാജകീയ അഭിഷേകം അവനിലേക്ക് കടന്നു വരികയും അവൻ രാജാവായി തീർന്നത്. ഹല്ലേലൂയ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അഭിഷേകം വന്നതിന് ശേഷവും ദാവീദ് ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തു, അവൻ ആട്ടിടയനായിട്ടും വർക്ക് ചെയ്തു. ആമേൻ. ഇഷായി എന്ന് പറയും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ശമൂവേൽ പ്രവാചകൻ കടന്നു വരികയും കൊമ്പിൽ തൈലം എടുക്കുകയും അവനെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞ് ഉടൻ രാജാവായില്ല. അഭിഷേകം ചെയ്തതിന് ശേഷവും ഇടയ്ക്ക് അവനൊരു ട്രെയിനിങ് പീരീഡ്, ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു.
ഫറവോൻ്റെതായുള്ള അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ ദൈവം പുറത്തു കൊണ്ടുപോകുന്നു. അടിമത്വം തീർന്നു എന്ന് പറഞ്ഞ് വാഗ്ദത്തം കിട്ടിയില്ല. ആ അടിമത്വം തീർന്നതിനെ വാഗ്ദത്തത്തിൻ്റെ ഇടയ്ക്ക് ഒരു മരുഭൂമി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ഈ മരുഭൂമിയെ നമ്മൾ ഫേസ് ചെയ്യാതെ പല രീതിയിൽ തെറ്റായ രീതികളിൽ നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പലയിടത്തും ഫെയിലായി പോകുന്നതും വാഗ്ദത്തത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നത്. നമുക്ക് നമ്മുടെ മരുഭൂമിയെ മാറ്റാൻ കഴിയത്തില്ല. അത് ഒന്നാമതായി മനസ്സിലാക്കുക. ആമേൻ. മരുഭൂമിയിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ മരുഭൂമിയെ നമുക്ക് തരണം ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നിൽക്കുന്ന ആ മരുഭൂമിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് മരുഭൂമി നമ്മൾ AC വെച്ച് തണുപ്പിക്കാമെന്ന് വിചാരിച്ചാൽ മരുഭൂമിയുടെ ചൂടിലൊന്നും അവിടെ ഒന്നും എത്തത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെയാണ് നമ്മൾ സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നിരാശ കടന്നു കൂടുന്നത്. നമുക്ക് നമ്മുടെ പാരൻസുമായിട്ടുള്ള ഇടപെടലുള്ള ബുദ്ധിമുട്ടുകളെ പലപ്പോഴും സോൾവ് ചെയ്യാൻ പറ്റിയത് വരത്തില്ല. ഭർത്താവിനും ഭാര്യയുടെയും തമ്മിലുള്ള പ്രശ്നങ്ങളെ ചില സമയത്ത് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ എപ്പോഴും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ ജോലി സ്ഥലത്തുള്ള നമ്മുടെ വിഷയങ്ങളെ എപ്പോഴും സോൾവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ അയൽവക്കത്തുള്ള വിഷയങ്ങൾ എപ്പോഴും നമുക്ക് വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ സോൾവ് ചെയ്യാനായി കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്. ഈ മരുഭൂമിയുടെ മധ്യത്തിലും ദൈവവുമായുള്ള ബന്ധത്തെ നമുക്ക് പണിയുവാനായി കഴിയും. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും സാഹചര്യത്തിലുള്ള അഗ്നിസ്തംഭത്തെ, ആ മരുഭൂമിയുടെ മധ്യത്തിൽ നമുക്കായി കടന്നു വരുന്ന മേഘസ്തംഭത്തെ നമുക്ക് തിരിച്ചറിയുവാനേ കഴിയണം. ആമേൻ. രാത്രി തണുപ്പ് കൂടുന്ന അനുഭവങ്ങളായിരിക്കാം മരുഭൂമിക്ക് ഒരു പ്രത്യേകത. ചൂട് മാത്രമല്ല, രാത്രി എന്ന് പറഞ്ഞാൽ കട്ടത്തണുപ്പാണ്. സ്തോത്രം. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ രാത്രി ചൂടുള്ള സമയത്ത് മേഘസ്തംഭമായി ദൈവം നമ്മുടെ അരികിലുണ്ട്. രാത്രി തണുപ്പുള്ള സമയത്ത് അഗ്നിസ്തംഭമായുണ്ട്. ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ ഒരു കരുതൽ നാം തിരിച്ചറിയാതെ വരുമ്പോഴാണ് പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നത്, പലപ്പോഴും പെറുപെറുപ്പ് കടന്നു വരുന്നത്, പലപ്പോഴും മരുഭൂമിയിൽ നാം തളർന്നു പോകുന്നത്. ആകയാൽ ഒന്ന് മനസ്സിലാക്കുക, സാഹചര്യങ്ങളെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പ്രതികൂല സാഹചര്യത്തിന് നടുവിൽ ദൈവവുമായുള്ള ബന്ധത്തെ നമുക്ക് പണിയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ 4 കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നാം ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം, അല്ലെങ്കിൽ മരുഭൂമികളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ നാം തെറ്റായി ഡീൽ ചെയ്യുന്ന 3 മേഖലകൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 1, മെഡിക്കേറ്റ്. അതായത് മറ്റ് സബ്സ്റ്റൻസസ് ഉപയോഗിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റ് സാധനങ്ങളിൽ നമ്മൾ അഭയം പ്രാപിക്കുന്ന രീതി. ചിലർ മദ്യത്തിൽ, ചിലർ മയക്കുമരുന്നിൽ, ചിലർ പുകവലി, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തോളൂ. ചിലർ തെറ്റായ മാർഗങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയമാണെങ്കിൽ ഭർത്താവിനും ഇഷ്ടമില്ലാത്ത കാര്യം പോയി ഭാര്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഭർത്താവ് അത് പോയി ചെയ്യുന്നു. ഭാര്യയ്ക്ക് ദേഷ്യം കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ അവളെ വകം വരുത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് തമ്മിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പ്രശ്നങ്ങളെ വഷളാക്കുന്ന രീതി. രണ്ടാമത് ഒരു മോട്ടിവേഷനാക്കി ഈ മരുഭൂമി, ഈ പ്രതിസന്ധികളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലായി ബിസിയാകും. പിന്നെ സമയത്തിന് വീട്ടിൽ പോകത്തില്ല. വീട്ടിൽ കയറുന്നത് രാത്രിയാണ്. രാവിലെ നേരം വിളക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോകും, ജിമ്മിൽ പോകുന്നു. ജിമ്മിൽ പോകുന്ന തെറ്റെന്നല്ല പറയുന്നത്, ബിസിയാകുന്ന തെറ്റെന്നല്ല പറയുന്നത്. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുന്ന രീതിയിൽ തിരക്കിട്ട് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ മെഡിറ്റേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ തന്നെ വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊടുക്കുക, വീണ്ടും അതിനെ ഓർത്തെടുക്കുക, റീകളക്ട് ചെയ്യുക, റീകോൾ ചെയ്യുക. അതിനെയാണ് മെഡിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ അതിനെപ്പറ്റിയാണ് ചിന്ത. ഉറങ്ങുമ്പോൾ അതിനെപ്പറ്റി ചിന്ത, എഴുന്നേറ്റാൽ അതിനെപ്പറ്റി ചിന്ത, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചിന്ത, യാത്ര ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചിന്ത. എവിടെ പോയാലും നല്ലൊരു കാര്യം നടന്നാലും ഈ മോശം കാര്യമല്ലാതെ വേറൊന്നും ചിന്തിക്കാനില്ല. ചിന്താഗതി മുഴുവനും അതിൽ തന്നെ ആഴ്ന്ന് കിടക്കുന്ന രീതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നിങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമി എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്ന, ജീവിതത്തിൽ തൃപ്തിയില്ലാതെ അതൃപ്തി കൊണ്ടിടുന്ന, അതും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സന്തോഷം ഉണ്ടായിരിക്കും, സമാധാനം, പക്ഷേ തൃപ്തിയില്ല. ജീവിതത്തിൽ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല. അത്തരത്തിൽ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന, നമ്മളെ പിന്തിരിപ്പിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരു മീനിങ് ഇല്ലാത്ത ലൈഫ് പോലെ, അർത്ഥമില്ലാത്ത ജീവിതം ജീവിക്കുന്ന അളവിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന, നമ്മളല്ലാതാക്കുന്ന ചില മരുഭൂമികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ കോളേജിലായിരുന്നപ്പോൾ എനിക്ക് ഒരു മരുഭൂമി ഉണ്ടായിരുന്നു. ആദ്യത്തെ സമയങ്ങൾ, ആദ്യത്തെ ചില മാസങ്ങൾ. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറഞ്ഞോട്ടെ. ഓൺലൈൻ ആയിരുന്നല്ലോ, കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ആദ്യം ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ ആയതിനു ശേഷം പിന്നെ ഹൈബ്രിഡ് ആക്കി. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പോകാം, വേണ്ടാത്തവർക്ക് വീട്ടിൽ നിന്ന് ഓൺലൈനായി പങ്കെടുക്കാം. പക്ഷെ ഞാൻ പോയി. അപ്പോൾ ഞാൻ പോയപ്പോഴേക്കും എൻ്റെ കൂടെ റൂംമേറ്റ്സ് ആയിട്ടൊക്കെ വരാനായിട്ട് തീരുമാനിച്ചിരുന്നൊക്കെ അവസാന നിമിഷത്തിൽ അവർ ആ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്ത് അവരെല്ലാവരും കൂടെ വേറെ ഫ്ലാറ്റ് എടുത്തു. ഞാൻ മാത്രം പിന്നെ ഒറ്റയ്ക്കായി. ആ ഫ്ലാറ്റിൻ്റെ മൊത്തം റെൻറ്റ് ഞാൻ അടയ്ക്കേണ്ടി വന്നു. ആ ഫ്ലാറ്റിൻ്റെ 4 ചുവരുകൾ മാത്രം എൻ്റെ മുൻപിൽ കാഴ്ചയായി. സംസാരിക്കാൻ ആരുമില്ല, ഇടപെടാൻ ആരുമില്ല, ആരോരുമില്ലാതെ ഏകാന്തതയിൽ ദൈവവും ഞാനും എന്ന രീതിയിൽ. ആദ്യമൊന്നും ദൈവത്തിൻ്റെ ആ കരുതൽ ഞാൻ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ബിട്രയൽ, ഇങ്ങനെയൊരു നെഗ്ലക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നെഗ്ലിജൻസ്, എന്നെ ഒഴിവാക്കുന്ന ഒരു ജീവിത അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു പോയല്ലോ എന്നോർത്ത് ആ ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ ഞാൻ ചിന്തിച്ചു കൂട്ടി കരയുന്ന അനുഭവങ്ങളായിരുന്നു. പക്ഷേ ആ 4 ചുവരിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇരുന്ന് കരയുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ അടുക്കൽ ഇറങ്ങുകയും ദൈവം എന്നെ ബലപ്പെടുത്തുകയും ദൈവം എന്നെ ശക്തീകരിക്കുകയും ആ നിരാശയുടെയൊക്കെ അനുഭവത്തിൽ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരാനിടയായി തീർന്നു. ആമേൻ. പക്ഷേ ഇതൊരു വലിയൊരു കാര്യമായി തോന്നില്ലായിരിക്കും. പക്ഷേ ഇതാണ് എൻ്റെ പ്രശ്നം. പലപ്പോഴും കാര്യം നിസ്സാരം, പക്ഷെ പ്രശ്നം ഗുരുതരം. ആമേൻ. കാര്യം നിസ്സാരമാണ്, പ്രശ്നം ഗുരുതരം. പക്ഷെ ചായ സമയത്തിന് കൊടുക്കാത്തതായിരിക്കാം വലിയ പ്രശ്നങ്ങളിലേക്ക് പോയത്. അല്ലേ? ഒരു ദിവസം താമസിച്ചതായിരിക്കാം പ്രശ്നങ്ങൾ വലുതായത്. പക്ഷേ ടി വിയുടെ റിമോട്ട് കാണാതായതായിരിക്കാം വലിയ പ്രശ്നങ്ങളിലേക്ക് അവസാനിച്ചത്. പക്ഷേ മക്കളെ ശാസിച്ചപ്പോൾ അതിനിടയിൽ കയറി വന്നതായിരിക്കാം പ്രശ്നങ്ങൾ ഗുരുതരമാകുവാൻ കാരണമായത്. അപ്പോൾ പലയിടത്തും പ്രശ്നങ്ങൾ ഗുരുതരമാകാൻ വലിയ കാര്യമൊന്നും വേണ്ട. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ആമേൻ. ഹല്ലേലൂയ. ഒരു നിസ്സാര കാര്യം മതി ഉറക്കം നഷ്ടപ്പെടാൻ. നിസ്സാര കാര്യം മതി കുടുംബജീവിതത്തിനകത്തുള്ള ഐക്യത നഷ്ടപ്പെടുവാൻ. നിസ്സാര കാര്യം മതി നമ്മുടെ കൊളീഗ്സുമായിട്ട്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റാഫുകളുമായുള്ള ബന്ധങ്ങൾ തകരുവാൻ. നമ്മുടെ ഉന്നത തലത്തിലിരിക്കുന്ന ബോസ് അല്ലെങ്കിൽ നമ്മുടെ മേളിലിരിക്കുന്ന സുപ്പീരിയേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ തകരുവാൻ. അപ്പോൾ പല പ്രശ്നങ്ങൾക്കും നിസ്സാര കാര്യം മതി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ ഇന്നൊന്ന് മനസ്സിലാക്കുക, ഇത്തരത്തിൽ തെറ്റായ രീതികൾ നാം ഡീൽ ചെയ്യുന്നത് മതിയാക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതികൾ എന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, നാം നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. അതിനെ നേരിടുവാൻ മനസ്സ് കാണിക്കണം. ഒളിച്ചോടിയിട്ട് കാര്യമില്ല. നമ്മൾ അതിനേക്കാളും അതിനെ പരിഹരിക്കാൻ വേണ്ടി മറ്റ് കാര്യങ്ങൾ പോയി അഭയം പ്രാപിച്ചിട്ട് കാര്യമില്ല. മദ്യം, മയക്കുമരുന്ന് അല്ലെങ്കിൽ ദേഷ്യ മനോഭാവങ്ങൾ, പാത്രമെടുത്തെറിയുക, ഭക്ഷണത്തിൽ ഉപ്പ് കൂട്ടിയിടുക, ഉപ്പ് കുറച്ചിടുക, അല്ലേ? കൂട്ടാൻ വെക്കാതെ ചോറ് മതി, കഞ്ഞി കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്നിനിപ്പോൾ നീ മീൻ വാങ്ങണ്ടടി എന്ന് പറഞ്ഞുള്ള രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? പ്രശ്നങ്ങളെ നാം ഫേസ് ചെയ്യുവാൻ, ഓണസ്റ്റായി മനഃപൂർവ്വമായി ഫേസ് ചെയ്യുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. രണ്ടാമതായി ക്ഷമിക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. ഈ പന നമ്മൾ പറഞ്ഞല്ലോ, മരുഭൂമിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താ പറയുക? മരുഭൂമിയിൽ നിൽക്കുന്നതിൻ്റെ പിന്നിലെ ഏക കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ വേര് ആഴങ്ങളിൽ ഓടുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരു മാവിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ തള്ളിൽ അത് വീഴും. ആമേൻ. അല്ലേ? എത്ര വലിയ ചില്ലകളുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര ഇലക്കെട്ടുകളുണ്ട്, എത്ര വലിപ്പമുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ വേര് ആഴത്തിലല്ല ഓടുന്നത്, അത് പരന്നാണ് ഓടുന്നത്. ആമേൻ. പക്ഷെ പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് പരന്നല്ല, അതിൻ്റെ വേര് താഴോട്ടാഴ്ന്നിറങ്ങും. അതുകൊണ്ടാണ് മരുഭൂമിയാണെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട്. ആഴത്തിലുള്ള വെള്ളത്തിനെ വലിച്ചെടുക്കുവാൻ അതിനൊരു ശേഷിയുണ്ട്. പ്രൈസ് ഗോഡ്. പുറമേയുള്ള സ്ഥിതിഗതികൾ വെച്ചല്ല അത് ജീവിക്കുന്നത്. അതിൻ്റെ വേരൂന്നി ഇറങ്ങിയിരിക്കുന്ന ആഴങ്ങളിലുള്ള അനുഭവങ്ങളെ വെച്ചിട്ടാണ് അത് ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിൻ്റെ സാഹചര്യം നോക്കുമ്പോൾ മരുഭൂമി ആയിരിക്കാം, പക്ഷേ നിൻ്റെ വേര് ദൈവവചനമാകുന്ന ആ ആഴത്തിലേക്ക് നിനക്കൊന്ന് ഇറക്കാമെങ്കിൽ, ദൈവവുമായ ബന്ധത്തിൽ നിനക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ മനസ്സുണ്ടെങ്കിൽ, നിൻ്റെ ആത്മീക ജീവിതത്തിൽ നിനക്കൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനായി മനസ്സ് കാണിക്കാമെങ്കിൽ, സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിൽ വേര്
ദൈവത്തിൽ ആഴമേറുന്ന രീതിയിൽ ആഴത്തിലേക്ക് അവൻ വേരുന്നു കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നീ തളരത്തില്ല, നീ പതറത്തില്ല, നീ നശിച്ചു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നിന്റെ ജീവിതം ഉടഞ്ഞു പോകത്തില്ല, നീ പന പോലെ തഴയ്ക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി നമ്മളിതിനെ ഫേസ് ചെയ്യണം. ഒരു പനയ്ക്കൊരു പ്രത്യേകത, ചൂടാന്ന് പറഞ്ഞ് അത് കുഴയത്തില്ല, അത് വാടത്തില്ല. വേരാഴത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് ആ പ്രശ്നങ്ങളെയൊക്കെ എന്ത് ചെയ്യും? തല ഉയർത്തി നിന്ന് ഫേസ് ചെയ്യും. എത്ര വെയിലാണെങ്കിലും ചൂടാണെങ്കിലും അത് ഫേസ് ചെയ്യും. ആമേൻ. ഫർഗീവ്നെസ്, ക്ഷമിക്കുവാനുള്ള മനസ്സ്. റവാണ്ടയിൽ ഫ്രീഡ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ ഫ്രീഡ എന്ന് പറയുന്നത് പണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പണ്ടല്ല, ഇപ്പോഴും നമുക്കറിയാലോ. റവാണ്ട എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ രാജ്യമാണ്. ആഫ്രിക്കയിലെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതേ ഉള്ളൂ. സാംസ്കാരികമായും സാമ്പത്തികപരമായിട്ടും എല്ലാ രീതിയിലും വളർച്ച നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇലക്ട്രിസിറ്റി പോലും എത്തിച്ചേരാത്ത പല ഗ്രാമങ്ങൾ ആഫ്രിക്കയിലുണ്ട്, നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. പിന്നെയാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രാമത്തിൽ, സാംസ്കാരികമായി മുന്നേറ്റമില്ലാതെ കടന്ന ഒരു ഗ്രാമത്തിലുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഫ്രീഡ. അന്ന് അവരുടേതായിട്ടുള്ള ജാതിപരമായ ചില പ്രശ്നങ്ങൾ മുഖാന്തരം അവിടെ ഒരു ചെറിയൊരു ജാതി സംബന്ധമായൊരു കലാപം ഉണ്ടാകുന്നു. ആ കലാപത്തിൻ്റെ ഭാഗമായി ഫ്രീഡയുടേതായിട്ടുള്ള പേരൻസിനെയൊക്കെ ഫ്രീഡയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അയൽക്കാർ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്ന, ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന അയൽക്കാർ പോലും ഒരു കലാപം വന്നപ്പോൾ, ജാതീയ കലാപം വന്നപ്പോൾ അവർ തമ്മിൽ പാലപ്പൂ പോലെ തിരിയുകയും മിത്രങ്ങൾ ശത്രുക്കളാകുകയും തൻ്റെ പേരൻസിനെ സ്വന്തം കൺമുമ്പിൽ വെച്ച് കൊല്ലുവാനിടയായിരുന്നു. തുടർന്ന് ഈ ഫ്രീഡ എന്ന് പറയുന്ന പെൺകുട്ടിയെയും ഇവരെല്ലാവരും കൂടെ പിടിച്ച് ശാരീരികമായി മർദ്ദിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു. അങ്ങനെ ശാരീരികമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ 14 വയസ്സുകാരിയായി ഫ്രീഡ. 14 വയസ്സ്, വെറും 14 വയസ്സുള്ള. അപ്പോൾ നമുക്കറിയാമല്ലോ ആ മകൾ അനുഭവിച്ചതായിട്ടുള്ള ശാരീരികവും മാനസികമായ മുറിവ്, അല്ലേ? മിത്രങ്ങൾ തന്നെ ശത്രുവാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുറിവ്. ഒരു കാര്യം കൂടെ ഞാൻ ഇടയ്ക്കൂടെ പറഞ്ഞോട്ടെ. ചില മുറിവുകൾ, ചില ആഴമേറിയ മുറിവുകൾ വല്ലവരുടെയും കയ്യിൽ നിന്നല്ല, ഏറ്റവും അടുപ്പമുള്ളവരെ നിന്നാണ് കിട്ടുന്നത്. ഫ്രൈസിലാണ്. ചില ആഴമേറിയ മുറിവുകളൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീട്ടിനകത്തുനിന്ന് തന്നെയാണ് ചിലപ്പോഴൊക്കെ. ഫ്രൈസിലാണ്. ആഴമുള്ള മുറിവുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൂടെ കൊണ്ടുനടന്നവരെന്ന് മറക്കരുത്. ഹല്ലേലൂയ. ഫ്രീഡ ജീവിതത്തിൽ അപ്രകാരം തന്നെ മിത്രങ്ങൾ ശത്രുവായി തൻ്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന, ഒടുവിൽ തന്നെയും ശാരീരികമായി മർദ്ദിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ശ്വാസം നഷ്ടപ്പെടുന്നു. ഇവരെല്ലാവരും കൂടെ വിചാരിച്ചു ഈ കുഞ്ഞ് മരിച്ചു. അങ്ങനെ മണ്ണിനടിയിലേക്ക് കുടിച്ചു മൂടുന്നു. 14 വയസ്സുകാരിയാണല്ലോ. ചില മണിക്കൂറുകൾക്ക് ശേഷം, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം തൻ്റെ ഏതൊരു സുഹൃത്ത് വന്ന് ഈ കുഴിയെ വീണ്ടും കുഴിക്കുന്നു, ഈ മകളെ പുറത്തെടുക്കുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതൊരു യഥാർത്ഥമായി നടന്നൊരു സംഭവമാണ്. ഈ ഫ്രീഡ എന്ന കുഞ്ഞ് സത്യം പറഞ്ഞാൽ മരിച്ചിട്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും വിചാരിച്ചു ഇവൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് കുഴിച്ചിടുന്നത്. പക്ഷേ ജീവൻ ഉണ്ടായിരുന്നു. ശ്വാസം നിലച്ചു, മരിച്ചു എന്ന് കരുതി ശ്വാസം നിലച്ചു, പക്ഷേ ജീവൻ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. അവൾ പിന്നെ ജീവിക്കുവാനിടയായിരുന്നു. പക്ഷേ ഇവൾ ജീവിച്ചിരിക്കുമ്പോഴും ഈ അവൻ ശരീരത്തിൽ കെട്ടിയ ആ ക്രൂര മർദ്ദനം കാരണം അവൾക്ക് ഭയങ്കരമായ നട്ടലിന് ബുദ്ധിമുട്ടുകളും ശാരീരികമായ ബലഹീനതയുണ്ടായിരുന്നു. അവൾക്ക് നേരത്തെ ആരോഗ്യമില്ല, കാരണം ഇടിച്ച് സൂപ്പാക്കി. ഫ്രൈസിലോ ഇതിനകത്തും ചില അമ്മമാർക്കൊക്കെ ചില നടുവേദനയുണ്ട്. പറയും, അങ്ങേര് ഇതിയാൻ എന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് 2 ആഴ്ച കഴിയുമ്പോൾ 2 ഇടി തന്നതിൻ്റെ ഈടാണെന്ന് പറയുന്നുണ്ടായിരിക്കും, ചുമ്മാ തമാശയ്ക്ക് വേണ്ടി. അതുപോലെ ഈ 14 വയസ്സുകാരിക്ക് താങ്ങാൻ കഴിയുന്നതിന് വലിയ മർദ്ദനം വന്നപ്പോൾ അവളുടെ ശരീരം മൊത്തം താളം തെറ്റി. അവളൊരു രോഗിക്ക് തുല്യമായി തീർന്നു. ഒടുവിൽ അവൾ ചില മിഷണറീസുമായിട്ടൊക്കെ അടുത്തു വരാനിടയായി തീർന്നു. അവിടെ സുവിശേഷീകരണം ആ ദേശത്തൊക്കെ പരക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു മിഷണറി ഈ മകളോട് ഇവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അവളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ, അവൾക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, പലപ്പോഴും രാത്രി സമയങ്ങളിൽ ഭയാനകമായിട്ടുള്ള സ്വപ്നങ്ങൾ, ഭയത്തിൻ്റെ അനുഭവങ്ങൾ. കാരണം അവൾക്ക് മാനസികമായി ഏറ്റവും മുറിവ് അത്രത്തോളം ആഴമുള്ളതായിരുന്നു. പാരൻസിനെ കൺമുമ്പിൽ വെച്ച് കൊല്ലുന്നു, സ്വന്തം തന്നെയും കൊലപ്പെടുത്തുവാനായിട്ട് തൻ്റെ സുഹൃത്തുക്കൾ തന്നെ, തൻ്റെ അയൽക്കാർ തന്നെ ശ്രമിക്കുന്നില്ല. അപ്പോൾ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ മിഷണറിയോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ അവൾ തുറന്നു പറഞ്ഞൊരു ഭാഗമായിരുന്നു, എനിക്ക് എൻ്റെ ശത്രുക്കളോട് ഇപ്പോഴും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്.
അവരുടെ ചുറ്റുപാടുമാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അവരെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നവരവരെ, എന്നെ കൊല്ലാൻ ശ്രമിച്ചവരവർ. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. മിഷണറി പറഞ്ഞു, ക്ഷമിച്ചാലേ ചിലത് ശരിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീ ഒന്ന് ക്ഷമിക്കുക, നീ അവരോട് ക്ഷമിക്കുക എന്ന വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ദൈവത്തോട് അവളെ അടുപ്പിക്കുകയും ഇഫ്രീഡ എന്ന പൈതൽ അങ്ങനെ ദൈവത്തോട് അടുത്ത് വന്നത് മുഖാന്തരം അവളൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ എൻ്റെ ശത്രുക്കളെ ഞാൻ ക്ഷമിക്കാം. യേശു കർത്താവ് നമുക്ക് ക്രൂശിൽ കാണിച്ചു തന്ന മാർഗം അതല്ലേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആമേൻ. അത്തരത്തിൽ ആ മകൾ ഒരു തീരുമാനമെടുക്കുന്നു. തൻ്റെ മനസ്സിൽ ഭയങ്കരമായൊരു ഭാരമുണ്ടായിരുന്നു, ക്ഷമിക്കാൻ കഴിയാത്തൊരു ഭാരം. താൻ അതൊക്കെ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുകയും തൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കുവാനിടയായി തീർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അവളുടെ അനുഭവ സാക്ഷ്യം ഇപ്രകാരമാണ്. അവൾ എന്ന് ക്ഷമിച്ചോ അതിനുശേഷം മുതൽ അവൾ സുഖമായി കിടന്നുറങ്ങുവാൻ തുടങ്ങി. അവളുടെ ഭയം മാറി. അവളുടെ രാത്രിയുള്ള ഭയാനകമായ സ്വപ്നങ്ങൾ, അവളെ വേട്ടയാടുന്ന അനുഭവങ്ങൾ മാറി. അവളെ ക്രോണിക്കായിട്ടുള്ള നട്ടലിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം സൗഖ്യമായി. അവൾ പൂർണ്ണമായി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാറത്തില്ല, ചില വിഷയങ്ങൾ നമ്മൾ ഉപവസിച്ചതുകൊണ്ട് മാറത്തില്ല, ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ ഹീലിംഗ് പ്രയറിൽ വന്നതുകൊണ്ടോ ദൈവസന്നിധിയിൽ നമ്മൾ യാചിച്ചതുകൊണ്ടോ നമ്മൾ നിലവിളിച്ചതുകൊണ്ടോ ആരാധിച്ചതുകൊണ്ടോ മാറത്തില്ല. ചില വിഷയങ്ങളുടെ മേലൊരു വിടുതൽ നടക്കണമെങ്കിൽ ക്ഷമിക്കേണ്ടുന്നവരോട് ക്ഷമിക്കണം. പ്രൈസ് ഗോഡ്. അത് നമ്മുടെ വീട്ടുകാരോടായിരിക്കാം, അമ്മായിയമ്മയോടെ ആയിരിക്കാം, ചിലപ്പോൾ മരുമകളോടായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിനോടായിരിക്കാം, ഭാര്യയോടായിരിക്കാം. ഈ ക്ഷമിക്കാത്തടത്തോളം കാലം ഇതുണ്ടല്ലോ, ഇതൊരു വിഷം പോലെ നമ്മുടെ ഉള്ളിൽ തളം കെട്ടും. ഈവൻ ചില വ്രണങ്ങളെ, ചില മുറിവുകളെ നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഫെക്റ്റ് ആകും അല്ലേ? കേട്ടിട്ടുണ്ടോ? ഒരു മുറിവ് വന്നു, നിങ്ങൾ അത് കഴുകി വൃത്തിയാക്കി അതിൽ നിങ്ങൾ ബീറ്റാഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ വെക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പഴുക്കത്തില്ലേ? അതിൽ അഴുക്കിരുന്ന് കഴിഞ്ഞാൽ ആ മുറിവ് കറക്റ്റായി നമ്മളത് ശുദ്ധീകരിച്ച് അതിലുള്ള അഴുക്കൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മെഡിസിൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പഴുക്കും, തീർച്ചയായും പറക്കും. ഒരു ചെറിയൊരു പൊടി ഇരുന്നാൽ മതി, ഒരല്പം എന്തെങ്കിലും ഡോട്ട് ഇരുന്നാൽ മതി, അത് ഇൻഫെക്ഷൻ ആകും. പിന്നെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അറിയാമല്ലോ. കഴിഞ്ഞ ദിവസത്തിൽ ഞാനൊരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചത്, അവർക്ക് വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു വ്രണമാണ് ആദ്യം വരുന്നത്, അത് പിന്നെ വലുതായി കാല് മൊത്തം ബാധിക്കുന്നു. ഇതൊക്കെ കുറേ കൂടെ ക്രിട്ടിക്കലായി കടന്നു പോകുമ്പോൾ പിന്നെ ഇത് കാല് വരെ, അവയവം വരെ മുറിച്ച് കളയണം. പ്രൈസ് ഗോഡ്. അത്തരത്തിലൊക്കെ ചെന്ന് പോകുന്ന അനുഭവങ്ങൾ. അപ്പോൾ മുറിവ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇൻഫെക്റ്റ് ആകും. ഇതുപോലെ തന്നെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില മുറിവുകൾ, ഇത് നമ്മൾ ക്ഷമ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയാമോ? ഈ മുറിവ് അവിടെ ഇരുന്നിരുന്ന് പഴുക്കാൻ തുടങ്ങും, അത് ഇൻഫെക്ഷൻ ആകാൻ തുടങ്ങും. പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല, നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, നമ്മുടെ മനസ്സമാധാനം നല്ലതല്ല, നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ബന്ധങ്ങൾക്ക് അത് നല്ലതല്ല, അതൊരു വിഷമായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ രീതി എന്നത് ക്ഷമിക്കുവാനായി കഴിയണം. മൂന്നാമതായി യേശുവിനെ പിൻഗമിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓടി പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് 2 പോയിൻ്റ് ഞാൻ രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിൻ്റ്, പനയ്ക്കുള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ്, അതിൻ്റെ പുറമേ വെട്ടോ മുട്ടോ അല്ലെങ്കിൽ വെട്ട് കിട്ടിയാലും അതിനൊന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മറ്റൊരു വൃക്ഷത്തെയാണ് നിങ്ങൾ ഒന്ന് വെട്ടി നോക്കിയേ, അതിൻ്റെ പുറമൊന്ന് ചെത്തി നോക്കിയേ, ചെത്തിക്കഴിഞ്ഞാൽ അത് പട്ടുപോകും. പട്ടുപോകും. അല്ലെങ്കിൽ നോക്കി നല്ല ഒന്നാം തരം നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന മാവിനുണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു കൊണ്ടയും കൂടെ അറുത്തിട്ട് ഒരു സൈഡ് അങ്ങ് ചെത്തി നോക്കണം, അപ്പോൾ അറിയാം. പിന്നെ കായും കാണൂല, ഇലയും കാണൂല, അത് പട്ടുപോകും. പക്ഷെ പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇതിനെ ചെത്തിയാലും ഇതിനെ വെട്ടിക്കളയാൽ ഇതിനൊരു കട്ട് വീണാലും ഇത് പട്ടുപോകത്തില്ല, ഇത് നിലനിൽക്കും. ഹല്ലേലൂയ. നീതിമാനെ പറ്റിയും ദൈവത്തിൻ്റെ വചനം അതാ പറയുന്ന, പന പോലെ തഴയ്ക്കണമെങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ കിട്ടുന്ന ചില മുറിവുകളെ അത് ശരിയായി നീതിമാനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ ഈ മുറിവുകളെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ തഴയ്ക്കും, നമ്മൾ തളരത്തില്ല, വീഴത്തില്ല, നശിച്ചു പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ട്രീറ്റ് ചെയ്യണം. യേശുവിനെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അതിനർത്ഥമാക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്ന, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലാന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആമേൻ. മനസ്സിലെ മുറിവിന് ഒരു മെഡിസിനും
ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ വന്ന മുറിവുകളെ ഒരു ഡോക്ടേഴ്സിനും ഒരു മെഡിക്കൽ സയൻസിനും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ വന്ന മുറിവുകളെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരത്ര യേശു ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഡീൽ ചെയ്യാൻ പറ്റാത്ത മുറിവുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് വേദനയാണ്, അതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ വേദനയാണ്. അത്തരത്തിൽ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ചില മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഈ ഫ്രീഡ എന്ന് പറയുന്ന ആ വ്യക്തി, റവാണ്ടയിലുള്ള ഫ്രീഡ എന്ന മകൾ, യേശുവിൻ്റെ സന്നിധിയിൽ അവളെ തന്നെ ഭരമേൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൾ അവളുടേതായിട്ടുള്ള ആ ഹുങ്കും അഹങ്കാരം അല്ലെങ്കിൽ ആ ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങളൊക്കെ ഭാരത്തെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച്, അപ്പം പിതാവേ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചപ്പോൾ അവളുടെ ആ മുറിവുകളെല്ലാം ഉണങ്ങാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ മനസ്സിലാക്കുക, യേശുവിനെ പിൻപറ്റുന്നതിലൂടെ പന തളരത്തില്ല, നമ്മുടെ ജീവിതം തളരത്തില്ല, നമ്മുടെ ജീവിതം തകരത്തില്ല. നാലാമതായി, ചിലതൊക്കെ നമുക്ക് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ചിലതൊന്നും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത മുറിവുകൾ ഉണ്ടായിരിക്കാം, ഓവർകം ചെയ്യാൻ പറ്റാത്ത മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, പെയിൻ ഉണ്ടായിരിക്കാം, വേദനകൾ ഉണ്ടായിരിക്കാം, കഷ്ടതകൾ ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ആ സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ദൈവദാസനുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഒരു അഭിഷിക്തനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കടന്നു വരികയും പ്രാർത്ഥനയും അഡ്വൈസ്, ആമേൻ, ഉപദേശം, ഒരു ഉപദേഷ്ടാതാവിൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം നാം സ്വീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമതായി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ അത് ഫേസ് ചെയ്യാൻ മനസ്സുണ്ടാകണം. ഒരു പന പോലെ നിവർന്ന് ഫേസ് ചെയ്യാൻ നമുക്ക് കഴിയണം. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം, യേശുവിനോട് അടുത്ത് ചെല്ലാൻ കഴിയണം. ആമേൻ, ഉപദേശം തേടുകയത്രേ വേണ്ടത്. ആമേൻ. മൂന്നാമത്തെ ആമേൻ, നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, പന വേറെ ആഴത്തിലേക്ക് ഒന്നും, അതുകൊണ്ട് തന്നെ സാഹചര്യം അതിനെ ബാധിക്കുന്നില്ല. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, എന്താണ്, പനയിൽ വെട്ട് വീണാലും അതിനെ ചെത്തിയാലും അത് പട്ടുപോകത്തില്ല, അത് നിലനിൽക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു പനയുടെ ചുറ്റും നിങ്ങളൊരു കയറോ നിങ്ങളൊരു ചെയിനോ എന്തെങ്കിലും പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ പന വളരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ പറയാം, ഈ കയറ് പൊട്ടും. പ്രൈസ് ദി ലോർഡ്. ചങ്ങലയാണെങ്കിൽ ചങ്ങല പൊട്ടും. പക്ഷേ നിങ്ങൾ മറ്റൊരു മരത്തെയാണ് പിടിച്ച് കെട്ടി നോക്ക്. മരത്തെ ഈ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ കെട്ടിയിട്ടുള്ളവർക്കറിയാം, ഇത് വളരുമ്പോഴും ആ കെട്ടിരിക്കുന്ന സ്ഥലത്തിൽ അവിടെ ഒരു പാടായിട്ട് ഇങ്ങനെ കിടക്കും. അതിൻ്റെ മറ്റു ഭാഗങ്ങൾ വളർന്നു വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില മരങ്ങളുണ്ടല്ലോ, ഈ കെട്ടിനെ മൂടി അതിനകത്തോട്ടാക്കി അത് പിന്നെ വളരാൻ തുടങ്ങി. ഈ കെട്ടൊരിക്കലും മാറത്തില്ല, ഈ ചങ്ങല ഒരിക്കലും പൊട്ടത്തില്ല. ഈ കെട്ട് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പന വളരുന്നതിനനുസരിച്ച് ചങ്ങലയെ നിലനിർത്താൻ സമ്മതിക്കത്തില്ല. കെട്ടുകളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായെന്ന് പറഞ്ഞ് അവൻ ജീവിതത്തിൽ ചേർത്ത് വെക്കത്തില്ല. ഇത് വളരും തോറും ഈ കെട്ട് മുറുകാൻ തുടങ്ങും. ഇത് വളരും തോറും ഈ ചങ്ങല ടൈറ്റാകാൻ തുടങ്ങും. വീണ്ടും ഇത് വളരും. ഇത് വിട്ടുകൊടുക്കത്തില്ല. ചങ്ങലയെ മൈൻഡ് ചെയ്യാതെ കെട്ടിനെ മൈൻഡ് ചെയ്യാതെ ഒരു വീണ്ടും വളരാൻ തുടങ്ങുമ്പോൾ ഒന്നും സംഭവിക്കും, ചങ്ങല പൊട്ടും. ഹല്ലേലൂയ. കെട്ട് പൊട്ടും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കെട്ട് അഴിഞ്ഞിട്ട് വളരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആമേൻ, ബന്ധനങ്ങൾ പൊട്ടിയിട്ട് വളരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ദൈവദാസൻ ഇട്ട ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ ആശയം ഇതാ, ഞാൻ എല്ലാ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അതിൻ്റെ ആശയം ഇങ്ങനെ പറയുന്നത്, ആരാധിക്കുന്നെങ്കിൽ വിശുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ, വിശുദ്ധന്മാരെ ആരാധിക്കുള്ളൂ, അല്ലാതെ ഒന്നും ആരാധിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നാണ്. എല്ലാത്തിലും പെർഫെക്റ്റായിട്ട് മാത്രം ആരാധിക്കാവൂ, എന്നാലേ അതുകൊണ്ട് അർത്ഥമുള്ളൂ, അല്ലാതെ നിങ്ങൾ ആരാധിക്കണ്ട എന്ന് പറഞ്ഞു. എനിക്കത് അപ്പോഴും തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് ഉണർത്തിച്ചു. ഞാൻ വായിച്ച ബൈബിളിൽ ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. സ്തോത്രം. ഞാൻ വായിക്കുന്ന ബൈബിളിൽ ഇതൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ വായിക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ, വ്യഭിചാരിണിയായി ലോകം വിധി എഴുതിയിരുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന മഗ്ദല മറിയ യേശുവിൻ്റെ കാൽക്കൽ സ്വച്ഛ ജഡമാംസ തൈലം ആമൻ ഒഴിച്ച് തൻ്റെ തലമുടി കൊണ്ട് തൂത്ത് കർത്താവിനെ ആരാധിച്ചപ്പോൾ പരീശന്മാർ പിറുപിറുത്തു. ആമൻ, ഇവളെയൊക്കെ അടുപ്പിക്കാൻ കൊള്ളാവോ, ഇവളെയൊക്കെ അടുത്തു കൊണ്ടുവരാൻ കൊള്ളാവോ എന്നൊക്കെ പിറുപിറുത്തപ്പോഴും കർത്താവ് ചേർത്ത് നിർത്തിയത് എനിക്കറിയാത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്കറിയാമെന്നുള്ള യേശു പറഞ്ഞ ഉപമയെന്ന് പറയുമ്പോൾ, ആമൻ, ഒരു ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവിടെ പരീശൻ പറഞ്ഞു, ഞാൻ പതാരം കൊടുക്കുന്നവന്, ഞാൻ ദശാംശം കൊടുക്കുന്നവന്, ഞാൻ എല്ലാ കാര്യത്തിലും
മിസ്റ്റർ പെർഫെക്റ്റാ എന്ന് പറഞ്ഞു. പക്ഷേ ചുങ്കക്കാരൻ പറഞ്ഞു, ഞാൻ മഹാപാപിയാ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, തെറ്റുകളുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം തെറ്റുകളെയും കുറവുകളെ അവൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരീശൻ്റെ പ്രാർത്ഥനയെ കേട്ടതിനേക്കാളും ദൈവം കേട്ടത് അവൻ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. ആകയാൽ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ദൈവത്തോട് നിനക്ക് അടുത്ത് ചെല്ലണമെങ്കിൽ അവൻ ബന്ധനം പൊട്ടിയാലേ പറ്റത്തുള്ളൂ, കയർ അഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അവൻ നിന്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ചില പാപ സ്വഭാവങ്ങളായിരിക്കാം, ചില ദേഷ്യ സ്വഭാവങ്ങളായിരിക്കാം, പരിശുദ്ധാത്മാവിൽ നിന്നെ അകറ്റുന്ന ചില ബന്ധനങ്ങൾ ഉണ്ടായിരിക്കാം, കുടുംബ ജീവിതത്തിനകത്തുള്ള ബന്ധനങ്ങളായിരിക്കാം, നിന്റെ പേഴ്സണൽ ലൈഫിലുള്ള ബന്ധനങ്ങളായിരിക്കാം, നിന്റെ ആത്മീക ജീവിതത്തിലുള്ള ബന്ധനങ്ങളായിരിക്കാം, നിന്റെ സ്വഭാവത്തിലുള്ള ബന്ധനങ്ങളായിരിക്കാം. ഇതൊക്കെ പൊട്ടിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാമെന്ന് ചെന്ന് അവൻ തീരുമാനിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. ആദ്യം നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക, നീ ദൈവത്തോട് നീ ബലം പ്രാപിക്കുക, നീ ദൈവത്തിൽ വളരുക, അപ്പോൾ പൊട്ടും ഈ ചങ്ങലകളൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കടന്നിട്ട് പറഞ്ഞില്ല, ഈ ചങ്ങല പൊട്ടിയിട്ട് ഞാൻ ആരാധിക്കാം, ഞങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ പൊട്ടിയിട്ട് ആരാധിക്കാന്ന് അവർ പറഞ്ഞില്ല. അവർ ആ ചങ്ങല ഇട്ടോണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് ദൈവത്തോട് ആരാധിച്ചപ്പോൾ ഒന്ന് സംഭവിച്ചു. ആത്മശക്തി അവരിൽ നിറയാൻ തുടങ്ങി, അവർ ആത്മാവിൽ ബലം പ്രാപിക്കാൻ തുടങ്ങി, അവരുടെ ആത്മ മനുഷ്യർ അവൻ വളരാൻ തുടങ്ങിയപ്പോൾ ഒന്ന് സംഭവിച്ചു. ദൈവത്തിൻ്റെ ശക്തി അവരെ കെട്ടിയിരുന്ന ചങ്ങലകളെ തകർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ എത്ര മരുഭൂമിയുടെ മധ്യത്തിലാണെങ്കിൽ, എത്ര കെട്ടുകളുടെ നടുവിലാണെങ്കിൽ, നീ കെട്ടിനെ നോക്കി നിരാശപ്പെടുകയല്ല, നീ ദൈവത്തെ നോക്കി ദൈവത്തെ നീ ആരാധിച്ച് ബലം പ്രാപിക്ക്. നിന്റെ പ്രശ്നങ്ങളെ നോക്കി നീ പിന്നിലേക്ക് ബാക്ക് സ്റ്റെപ്പ് വെച്ച് നിന്നാൽ ഒരിക്കലും മുന്നേറാൻ പറ്റത്തില്ല. ആകെ ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാട് നൽകുകയാ. നിന്റെ പ്രശ്നങ്ങളെ നോക്കി പിന്തിരിയുകയല്ല, നിന്റെ പ്രശ്നങ്ങളെ നീ മറികടക്കണമെങ്കിൽ നീ ആരാധിച്ച് ബലം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ ആത്മ മനുഷ്യൻ ബലം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. നീ വളർന്നാലേ നിന്റെ മേലുള്ള ചങ്ങലകൾ പൊട്ടത്തുള്ളൂ. ചില അഡിക്ഷൻ ആയിരിക്കാം, ആമേൻ, ചില സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങൾ, എല്ലാവരെയും ശത്രുക്കളാക്കുന്ന രീതികൾ, എല്ലാത്തിനും നെഗറ്റീവ് കാണുന്ന രീതികൾ, ഇതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടേതായുള്ള ബന്ധനങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ ശാരീരികമായതുമായിരിക്കാം, ആമേൻ. ചില രോഗങ്ങളായിരിക്കാം. രോഗത്തിൻ്റെ കാര്യം പറഞ്ഞ് ആമേൻ നിരാശപ്പെട്ട് നമ്മൾ ഒതുങ്ങിക്കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിടുതൽ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ആമേൻ. ശരിയായിട്ട് ചെയ്യാമല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, ബാക്കി ദൈവം ചെയ്തോളും. ആമേൻ. ഹല്ലേലൂയ. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് വിളിച്ചിട്ട് കല്ല് ഉരുട്ടാന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. ആദ്യം കല്ല് ഉരുട്ടുക, എന്നിട്ട് ലാസർ എഴുന്നേൽക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒടിയത്തില്ല, അത് വളയും. ആമേൻ. സ്തോത്രം. അത് കുനിയും, പക്ഷെ അത് ഒടിയത്തില്ല. ഹല്ലേലൂയ. എത്ര കൊടിയ കാറ്റടിച്ചാലും, ശ്രദ്ധിച്ചുണ്ടോ, നമ്മുടെ വീട്ടിലൊന്നും പനയില്ല, തെങ്ങുണ്ട്. പക്ഷേ തെങ്ങ് കണ്ടിട്ടുണ്ടോ, കാറ്റടിക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഇങ്ങനെ ആടും അല്ലേ? ഇത് ആടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇപ്പം നമ്മുടെ മണ്ടയിൽ കൂടെ വന്ന് വീഴുന്നു. പക്ഷെ വീഴൂല. ഹല്ലേലൂയ. പക്ഷെ ഈ തെങ്ങ് ആടുന്നത് പോലെ ഒരു മാവോ ഒരു പ്ലാവോ ആടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ റബ്ബർ മരം ആടിയാൽ എങ്ങനെ ഇരിക്കും? അത് ഒടിയും. പ്രൈസ് ഗോഡ്. പക്ഷെ പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എത്ര കൊടുങ്കാറ്റിന് നടുവിലും അതാടും. പ്രൈസ് ലോർഡ്. അത് കുനിയും, അത് വളയും, പക്ഷെ അതൊരിക്കലും ഉടയത്തില്ല, അത് ഒടിയത്തില്ല, അത് തകരത്തില്ല. നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനെതിരായി പല ശോധനകൾ കടന്നു വന്നു വരാം, പല കാറ്റുകൾ വന്ന് അടിച്ചു എന്ന് വരാം. പക്ഷെ മനസ്സിലാക്കിക്കൊണ്ട് നീ വളയുമെന്ന് വരാം, നിന്റെ തല കുനിയേണ്ടി വന്നു വരാം. പക്ഷെ നീ അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. കാറ്റ് മാറുമ്പോൾ നീ വീണ്ടും നുവരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാളും ഈ കാറ്റ് നിൽക്കത്തില്ലാന്നേ, എല്ലാ നാളും കൊടുങ്കാറ്റില്ലാന്നേ. കാറ്റ് പോയി കഴിയുമ്പോൾ നീ നിവരും. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചിലയിടത്ത് നമ്മൾ കടുംപിടുത്തം പിടിക്കുമ്പോഴും ഒടിഞ്ഞു പോകാനും കാരണമാകുന്നത്. കാറ്റ് വരുമ്പോൾ വളയേണ്ട സമയത്ത് വളഞ്ഞു കൊടുക്കണം. ആമേൻ. മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞോട്ടെ, മനുഷ്യൻ്റെ മുമ്പിൽ നീ വളഞ്ഞില്ലെങ്കിൽ നീ ദൈവത്തിന് മുമ്പിൽ വളഞ്ഞു നോക്ക. നീ ദൈവത്തിന് മുമ്പിൽ മുഴങ്കാൽ മടക്കി നോക്ക. നീ ദൈവത്തിന് മുമ്പിൽ നമസ്കരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു നോക്ക. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നോടുകയല്ല,
കാറ്റടിക്കുമ്പോൾ ദൈവവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട എന്ന് പറഞ്ഞ് ഓടി ഒളിക്കുകയല്ല. കാറ്റ് വീശുമ്പോൾ, കൊടുങ്കാറ്റ് വരുമ്പോൾ നീ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് കയറി നീ ഒന്ന് വളഞ്ഞു കൊടുക്കുക. മുഴങ്കാൽ മടക്കി ദൈവത്തിന് സന്നിധിയിൽ സാഷ്ടാംഗം ഇടുന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്നെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. യെസ്, നിന്റെ മുഴങ്കാൽ മടക്കി നീ ദൈവത്തിന് മുൻപ് മുഴങ്കാൽ മടക്കുമ്പോൾ മനുഷ്യന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കാൻ അനുവദിക്കാതെ വണ്ണം നിന്നെ ഉയർത്തുന്ന, മാനിക്കുന്ന, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടുംപിടുത്തം നമുക്ക് വേണ്ട. പന പോലെ തഴച്ചു വളരണമെങ്കിൽ പന പോലെ വളഞ്ഞേ മതിയാകത്തുള്ളൂ. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീണ് പോകും. ആമേൻ, ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോൾ ദൈവസന്നിധി മുഴങ്കാൽ മടക്കുവാനൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും എല്ലാം ഉള്ളപ്പോഴല്ലാതെ കൊടുങ്കാറ്റിൻ്റെ നടുവിലും ദൈവത്തെ നമസ്കരിക്കുവാൻ, ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഈ കാറ്റിനെ ശാന്തമാക്കുന്നവനായ എൻ്റെ യേശു. അടങ്ങുക, ശാന്തമാക്കുക. വെറും 2 വാക്കുകൊണ്ട് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ എൻ്റെ യേശു. നീ ആ യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് വളഞ്ഞു കൊടുക്കാമെങ്കിൽ, ഒന്ന് മുഴങ്ങാൽ മടക്കാമെങ്കിൽ, അവൻ്റെ ഒരു വാക്കും അത് നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയായി വരുന്ന ഈ കാറ്റ് ശമിക്കും.